ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധം ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗണ്യമായ സംഭാവന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഐഎൻഡിഎ സഖ്യ സ്ഥാനാർത്ഥി ബി. സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 1-ാം നമ്പർ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ കേരളത്തിലെ നഗരസഭകൾക്ക് ഇന്ന് ആദരം. ശുചിത്വഭേരി പരിപാടി മന്ത്രി എം. ബി. രാജേഷ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. ട്രെയിൻ, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യയുടെ രശ്മിക സഹ്ഗാലിന് സ്വർണ്ണം. വാർത്തകൾ വിശദമായി. ബീഹാറിലെ ഗയയിൽ ആന്താ സിമാരിയ ഗതാഗത വികസന പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. പട്ന ജില്ലയിലെ മൊകാമിയെയും ബഗുസരായിയെയും ബന്ധിപ്പിച്ച് ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച 2 കിലോമീറ്റർ നീളമുള്ള 6 വരി പാലവും അനുബന്ധ റോഡുകളും ചേർന്ന പദ്ധതിയാണിത്. വാഹനങ്ങൾക്ക് 100 കിലോമീറ്റർ വരെ യാത്രാദൂരം കുറയ്ക്കുന്നതിന് പുതിയ പാലം സഹായിക്കുമെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ദേശീയപാത അതോറിറ്റി അംഗം അനിൽ ചൌധരി അറിയിച്ചു. 2017ലാണ് പ്രധാനമന്ത്രി പദ്ധതിയുടെ തറക്കല്ലിട്ടത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധം ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗണ്യമായ സംഭാവന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തണമെന്നും ന്യായവും പരസ്പര സ്വീകാര്യവുമായ പരിഹാരത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചൈനയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിലേക്ക് ഉള്ള ക്ഷണം വാങ് യി പ്രധാനമന്ത്രിക്ക് കൈമാറി. രാജസ്ഥാനിലെ കോട്ട ബുണ്ടി ഗ്രീൻഫീൽഡ് വിമാനത്താവളം വികസിപ്പിക്കുന്നതിന് 1507 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ഒഡീഷയിൽ 8307.74 കോടി രൂപ ചെലവിൽ 6 വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. ഒഡീഷ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ആക്കം കൂട്ടുന്നവയാണ് ഇന്നലെ പ്രഖ്യാപിച്ച മന്ത്രിസഭാ തീരുമാനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ 6 വരി പാതയുടെ നിർമ്മാണം ഗതാഗത തിരക്ക് കുറയ്ക്കാനും യാത്ര സുഗമമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജസ്ഥാനിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവള വികസനം ടൂറിസവും തൊഴിലും പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളത്തിനിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ 2025ലെ ഖനി ധാതു ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻഡിഎ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. എൻഡിഎയുടെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ അനുഗമിക്കും. പ്രതിപക്ഷാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ എംപിമാരും ശ്രീ രാധാകൃഷ്ണനെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം ഐഎൻഡിഎ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി. സുദർശൻ റെഡ്ഡി നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 1-ാം നമ്പർ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രമായി മാറുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ KPMG റിപ്പോർട്ട് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഓട്ടോമൊബൈൽ മേഖല നിലവിൽ പ്രതിവർഷം 14% വളർച്ച കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. मैं जब मंत्री बना तो ऑटोमोबाइल इंडस्ट्री का साइज हमारा हम 7वें नंबर पे थे और अभी 6 महीने पहले हमने जापान को पीछे में डाला और अभी हम लोग 3रे नंबर पर आए. हमारे इंडस्ट्रीज का साइज 22 लाख करोड़ है. ऑटोमोबाइल इंडस्ट्री का नंबर 1 पर यूएस है, वो 78 लाख करोड़ की है. चाइना 49 लाख करोड़. और मेरा विश्वास है कि 5 साल में हमारी ये इंडस्ट्री वर्ल्ड में पहले नंबर पर जाएगी. ये प्रयास हम कर रहे हैं. തപാൽ സേവനങ്ങളുടെ പുതിയ ഡിജിറ്റൽ യുഗത്തിന് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. തപാൽ വകുപ്പ് IT 2.0 അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി വിജയകരമായി പുറത്തിറക്കി. തപാൽ വകുപ്പിനെ ലോകോത്തര നിലവാരമുള്ള പൊതുമേഖലാ ലോജിസ്റ്റിക്സ് സ്ഥാപനമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ശ്രീ സിന്ധ്യ പറഞ്ഞു. ബിജെപി മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കൊച്ചിയിൽ ബിജെപി സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും.
ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വഭേരി 2025 പരിപാടി മന്ത്രി എം ബി രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഹരിതമിത്രം 2.0യുടെ ഔദ്യോഗിക ലോഞ്ചിംഗും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. രാജ്യത്തെ നഗര ശുചിത്വ സർവേയിൽ ഇക്കുറി കേരളത്തിലെ 8 നഗരങ്ങൾ ആദ്യ 100ലും 82 നഗരങ്ങൾ ആദ്യ 1000ലും ഇടം നേടിയിരുന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം. ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 21,87,667 പഠിതാക്കൾ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും മറ്റന്നാൾ വരെ പങ്കുവയ്ക്കാം. 2024 ബാച്ച് ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഓഫീസർ ട്രെയിനികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഭാവി നയതന്ത്രജ്ഞർ എന്ന നിലയിൽ ഓഫീസർ ട്രെയിനികളുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിച്ചു. സംവാദങ്ങളിലൂടെയും വിജ്ഞാന പരീക്ഷകളിലൂടെയും വിവിധ രാജ്യങ്ങളിലെ യുവജനങ്ങൾക്കിടയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ജിജ്ഞാസ വളർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മഹാരാഷ്ട്രയിൽ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണസംഖ്യ 21ആയി. മുംബൈ, താനെ, പൽഘർ, കൊക്കൻ എന്നിവിടങ്ങളിൽ തുടർച്ചയായ 4ാം ദിവസവും പേമാരി ശക്തമാണ്. വെള്ളപ്പൊക്കം രൂക്ഷമായ നന്ദേഡ് ജില്ലയിൽ 8 പേർ മരിച്ചു. ഇന്ന് വിദർഭ മേഖലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പൂനെയ്ക്കും മുംബൈയ്ക്കും ഇടയിൽ ട്രെയിൻ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. താനെ, റൈഗഡ് ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകി. കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കർണാടക തീരത്ത് ഇന്നും ലക്ഷദ്വീപ് തീരത്ത് നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ഇടപ്പള്ളി മണ്ണുത്തി പാതയിൽ അറ്റകുറ്റപ്പണികൾ ശരിയായി നടത്താത്തതും ഗതാഗതക്കുരുക്കും ചൂണ്ടിക്കാട്ടി 4 ആഴ്ച ടോൾ പിരിവ് നിർത്തിവച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് ദേശീയപാത അതോറിറ്റി അപ്പീൽ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കുഴികളുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ പൌരന്മാർ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്നും ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികളിൽ ഹൈക്കോടതി നിരീക്ഷണം തുടരണമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. റോഡിന്റെ മോശം അവസ്ഥ കാരണം കഴിഞ്ഞ വാരാന്ത്യത്തിൽ 12 മണിക്കൂർ നീണ്ട ഗതാഗതക്കുരുക്ക് ഉണ്ടായതിനെക്കുറിച്ച് വാദം കേൾക്കുന്നതിനിടെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ഓഗസ്റ്റ് 6-നാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് തടഞ്ഞത്. കസാഖിസ്ഥാനിൽ നടക്കുന്ന 16ാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വനിതാ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇന്ത്യയുടെ രശ്മിക സഹ്ഗലിന് സ്വർണം. 10 മീറ്റർ എയർ പിസ്റ്റൾ യൂത്ത് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ കനക് ബുധ്വാർ സ്വർണവും അഗം ഗ്രേവാൾ വെള്ളിയും നേടി. ടീം വിഭാഗത്തിലും ഇന്ത്യ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. മോസ്കോയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 26ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് സഹ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെയും ശ്രീ ജയശങ്കർ അഭിസംബോധന ചെയ്യും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ശ്രീ ജയശങ്കർ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ചർച്ച നടത്തും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് മോസ്കോയിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധം ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗണ്യമായ സംഭാവന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. INDI സഖ്യ സ്ഥാനാർത്ഥി V സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 1ാം നമ്പർ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ കേരളത്തിലെ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വഭേരി പരിപാടി മന്ത്രി എം ബി രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. ട്രെയിൻ, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യയുടെ രശ്മിക സഹ്ഗലിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.